വീടിന്റെ ഏതേലും മൂലയിൽ ഇരിപ്പുണ്ടാവും ഇതേപോലെ കാലിയായ ഒരു ഡിറ്റർജന്റ് ബോട്ടിൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ താരം ഇവനാണ്. പക്ഷെ ഇവനെ വെച്ച് നമ്മൾ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ലേ? ആ ഡൗട്ട് ഈ വീഡിയോ ഫുള്ള് കണ്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഡിറ്റർജന്റ് ബോട്ടിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടാണ്. അതെന്റെ കട്ട് ചെയ്തെടുക്കലിന്റെ ആ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? കുഞ്ഞു കുട്ടികളാണെങ്കിലും സ്വന്തമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അച്ഛനോടോ അമ്മയോടോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് തരും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് ഒരു കട്ടിംഗ് മാറ്റാണ്. ഭയങ്കര വലിയ കട്ടിംഗ് മാറ്റ് എന്നല്ല, ഒരു ചെറിയ കട്ടിംഗ് മാറ്റാണ്. ചെറുതായിട്ടുള്ള ക്ലേ വെച്ചുള്ള ക്രാഫ്റ്റ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ വെട്ടിമുറിക്കാനാണെങ്കിലും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിന്റെ ക്വാളിറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ആ ബോട്ടിലൊന്നും ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും ചെയ്താവൂല. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ പെട്ടിയൊന്നും എടുത്ത് കളയൂല. കാരണം ആ പെട്ടി 2 ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു അടിപൊളി ഓർഗനൈസർ ഉണ്ടാക്കാടാ. അപ്പൊ വേഗം തന്നെ ഒരു പെട്ടി എടുത്തോ, അതിനെ 2ആയിട്ട് കട്ട് ചെയ്തോ, എന്നിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക. പിന്നെ 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലൂ എടുക്കുക, ഈ കാണുന്ന പോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുമ്പോഴേ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിക്ക് എടുക്കണോട്ടെ. എന്നെ പോലെ ഇങ്ങനെ വളഞ്ഞ സ്റ്റിക്ക് ഒന്നും എടുത്തോണ്ട് വരും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രയും നല്ല അടിപൊളി ഓർഗനൈസേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയ എന്തോരം പെട്ടികളാണ് ഞാൻ കത്തിച്ച് കളഞ്ഞതെന്ന്. അതൊക്കെ പോട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്തായാലും ഈ പെട്ടി വെച്ചിട്ട് ഞാൻ ഒരു അടിപൊളി ഓർഗനൈസർ ഉണ്ടാക്കില്ലേ. ഇനി നിങ്ങളും പെട്ടികളൊന്നും കത്തിച്ച് കളയാതെ നല്ലൊരു അടിപൊളി ഓർഗനൈസറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഐസ്ക്രീം സ്റ്റിക്ക് മുറിക്കാനായിട്ട് ഇതിനേലും ചെറിയ കത്രി എനിക്ക് കിട്ടിയില്ല. അപ്പം ഇന്ന് നമ്മൾ ചെയ്യണത് ഒരുപാട് വട്ടം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ചെറിയ കത്രിയായിട്ടുള്ള ഗുസ്തി പിടുത്തത്തിന് ശേഷം ഞാൻ അത് മാറ്റി വെച്ചിട്ട് വലിയ കത്രി എടുത്ത് മുറിച്ചിട്ട. ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്രാഫ്റ്റ് ഞാൻ വീണ്ടും ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ഇന്ന് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ അത്രയും മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലും സിമ്പിൾ ക്രാഫ്റ്റ് ചെയ്യാം. എന്താണെന്ന് അറിയില്ല, 2 ദിവസം ഇട്ട് ഭയങ്കര മടി. ഇന്നലെ മടി കാരണമാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. ഇന്നും മടി കാരണം വീഡിയോ ഇടാതിരുന്നാലോ എന്ന് ഞാൻ ആലോചിച്ച് പിന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് മടി വരാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ലൈക്കും ചെയ്യാനുള്ള, കമന്റ് ചെയ്യാനുള്ള, സബ്സ്ക്രൈബും ചെയ്യണില്ല. അങ്ങനെ ആരും ചെയ്യാറില്ലെന്നല്ല, കുറച്ചേരൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോ കമന്റ് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താലല്ലേ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഗമ്മൊന്നും യൂസ് ചെയ്യാതെ ഒരു ബുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചു തരട്ടെ. ഈ ബുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3 A4 സൈസ് പേപ്പറാണ് എടുത്തത്. ടോട്ടൽ ഇപ്പം 12 പേജുള്ള ഒരു ബുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ പേപ്പർ മടക്കി കട്ട് ചെയ്തെടുക്കുന്ന സ്റ്റെപ്പ് വരെ എല്ലാവർക്കും മനസ്സിലായില്ലേ? അതിനുശേഷം നമ്മൾ 2 സെറ്റ് ഓഫ് പേപ്പർ ആക്കി എടുക്കുക. ഒരു സെറ്റിൽ 3 പേജ്, ഒരു സെറ്റിൽ 3 പേജ്. എന്നിട്ട് ഈ കാണുന്ന പോലെയൊക്കെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു വേണ്ട. ഇപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നുകൊണ്ട്. അപ്പോൾ വേഗം തന്നെ ഒരു സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഇട്ടേക്ക്. പേപ്പർ ഈ കാണിച്ച പോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പറില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കയറ്റി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ബുക്ക് റെഡി. അതാണ് ഗമ്മില്ലാത്ത ബുക്ക്. പിന്നെ ആ ടേബിളിൽ വെച്ചാണ് ക്രിസ്മസ് ട്രീ ഉണ്ട്. അത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ്. അതിന് പക്ഷേ അധികം വ്യൂസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ബുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അതുപോലെ തന്നെ ട്രീയുടെ വീഡിയോയും കാണാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, ഇതടയൂല. ഇന്നലെ നമ്മളൊരു മിനി ഫയൽ ഉണ്ടാക്കിയില്ലേ? അപ്പം ഇന്നായപ്പോൾ എനിക്കൊരു മോഹം ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉണ്ടാക്കാമെന്ന്. ഇൻട്രോയിൽ കാണിച്ച പോലെ അടക്കാൻ പറ്റാത്ത പൗച്ചൊന്നുമല്ല, നല്ലൊന്നത്ര അടക്കാൻ പറ്റണ പൗച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ ആകെ ആവശ്യം ഒരു OHP ഷീറ്റ്, AKA ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. ഈ ഒരു പൗച്ച് ഉണ്ടാക്കാൻ കട്ടിങ്ങിൻ്റെയും ഷേവിങ്ങിൻ്റെയും ആവശ്യമൊന്നുമില്ല, ആകെ കുറച്ച് മടക്കൽ മാത്രം. കറക്റ്റായിട്ടൊക്കെ മടക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് 2 സൈഡിൽ ഇതേപോലെ ഗമ്മിട്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ പൗച്ചിനെ കുറച്ചൊരു ആഡംബരമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാഷി ടേപ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി കിട്ടും. അതായത് ഈ ഗമ്മൊക്കെ സൈഡിലായ പാടില്ല, അതൊക്കെ പോയി കിട്ടും. ഒരു പൗച്ചായി കഴിഞ്ഞാൽ കുറച്ച് അടച്ചുറപ്പൊക്കെ വേണമല്ലോ. അതുകൊണ്ടിട്ട് ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് 2 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തേമ്പത്തേക്കും നമ്മുടെ പൗച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ തരിക. വെറും 30 സെക്കൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ ഒരു അടിപൊളി ക്രാഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആകെ ആവശ്യം കുറച്ച് കാർഡ്ബോർഡ് മാത്രം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ വെട്ടിയെടുക്കാം. വെട്ടിയെടുക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് 2 എണ്ണം സെയിം സൈസിലും ഒരെണ്ണം കുറച്ച് വലിയ സൈസിലും വെട്ടിയെടുക്കുക. എന്നിട്ട് ഒരു കളർ പേപ്പർ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഈ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. വെറും 15 സെക്കൻഡിൽ സാധനം റെഡി. അപ്പോൾ ഒരു സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്ക്. ഇനി നമ്മൾ ഉണ്ടാക്കിയത് എന്താണെന്ന് മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട് ദേ ഇപ്പൊ മനസ്സിലായില്ല എന്താ സാധനം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് സാധനം നമുക്ക് ഇതേപോലെ പിൻ ചെയ്ത് നോക്കാം. സാധനം യൂസ്ഫുൾ അല്ലേ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ? അപ്പൊ ഒരു ലൈക്കും കമന്റും സബ്സ്ക്രൈബും കൂടി. നിങ്ങളിപ്പോൾ ഇതേപോലത്തെ നോർമൽ സ്കെയിലാണോ യൂസ് ചെയ്യണത്? എങ്കിൽ അത് മാറ്റി നമുക്ക് ഇതേപോലത്തെ ഒരു അടിപൊളി സ്കെയിൽ ആക്കിയാലോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴല്ല ഇതേപോലത്തെ ഇങ്ങനെ പ്രിന്റഡ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള സ്കെയിൽസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങിക്കണമെന്ന്. ഒരു മിക്ക പള്ളിപ്പെരുന്നാളുടെ കടയിൽ പോയാലും ഈ സാധനം അവിടെ ഉണ്ടാവും, പക്ഷെ നല്ല വിലയുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചു തരൂല. ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്കെയിൽ ഉണ്ടാക്കിയപ്പോൾ ഓർക്കായിരുന്നു കൊച്ചിലത്തെ എനിക്ക് ഈ ഐഡിയ ഒക്കെ അറിയായിരുന്നു വെച്ചെങ്കിൽ ഞാൻ എന്തോരം സന്തോഷിച്ചതിനായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും സമയം വൈകിട്ടില്ല. പൂജ ഹോളിഡേസ് കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലല്ല നമുക്ക് കുറച്ച് ഷോയൊക്കെ ഇറക്കാം. ഇത് ഉണ്ടാക്കാനാണെങ്കിലും ഭയങ്കര എളുപ്പമാണ്. പടം വരക്കാൻ ഒട്ടും അറിയാത്തവർക്ക് പോലും വരച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പടവുമാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ ഇന്നലെ ഗീവ് അവേയുടെ ഗിഫ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറെ പേരൊന്നും കണ്ടിട്ടില്ല. അപ്പൊ താഴത്ത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.
പേസ്റ്റിന്റെ പെട്ടി എടുത്ത് കളയാൻ വരട്ടെ, അത് വെച്ച് നമുക്കൊരു അടിപൊളി പെൻ ഹോൾഡർ ഉണ്ടാക്കാം. അപ്പൊ വേഗം തന്നെ പോയിട്ട് ആ കളയാൻ വെച്ചേക്കണ പേസ്റ്റിന്റെ പെട്ടി എടുത്തുകൊണ്ട് വരിക, ഇതേപോലെ വരക്കുക, കട്ട് ചെയ്യുക, ഒട്ടിക്കുക. അതിന്റെ ഇടയിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മൺഡേ തൊട്ട് 7 ദിവസത്തേക്ക് ഒരു ജേർണലിംഗ് ചാലഞ്ച് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ആരും പക്ഷെ അത് കണ്ടില്ല. അപ്പൊ വേഗം പോയിട്ട് ആ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ അടിയിൽ ഏത് തീമാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്താലും മതി. ഇവിടെ വെച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ആ ബോക്സ് കുറച്ച് വലുതായി പോയി. അതുകൊണ്ട് 2 സെന്റിമീറ്റർ അളവിൽ ഞാൻ കുറച്ചുകൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഉള്ള ബോക്സ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. നമ്മളെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും എനിക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റണ ഒരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. അപ്പൊ സ്ഥിരം പ്രേക്ഷകരല്ലാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടാ. സബ്സ്ക്രൈബ് ചെയ്യണ കൂട്ടത്തിൽ ഒരു ലൈക്കും കമന്റും കൊണ്ട് ഇട്ടേക്ക. ഞാൻ എല്ലാവരുടെ കമന്റ്സിനും റിപ്ലൈ ചെയ്യും. പറഞ്ഞാൽ നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടത്തിൽ ആ ജേർണലിങ്ങിന്റെ കാര്യം മറക്കരുത്. അപ്പൊ ഏതൊക്കെ തീമാണ് വേണ്ടതെന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. ഇതിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് തുറന്നു വരണം, അതാണ് ഇതിന്റെ മെക്കാനിസം. പക്ഷെ ഞാനത്ര നിൽക്കിയിട്ട് തുറന്നു വരണില്ല. ഈ അടപ്പിന്റെ മേളിൽ ഇരുന്നിട്ടാണെന്ന് ഓർത്തിട്ട് അതിനെ മാറ്റിയിട്ട് നിൽക്കിയപ്പോഴത്തേക്കും അത് ഏകദേശം പൊങ്ങി വന്നു. ഞാൻ കണ്ട വീഡിയോസിലൊക്കെ ഇതിലിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആ മൂടി അടക്കുന്നത് ഇങ്ങനെ തുറന്നു വരണേ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയാൽ എന്തൊക്കെയോ എവിടേക്കോ തകരാറുള്ള പോലെ. 2-3 ദിവസമായിട്ട് ഓയ ഡെയിലി വന്നിട്ട് പേപ്പർ ഗ്ലാസ് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ കയ്യിൽ സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സമയം കിട്ടിയപ്പോഴത്തേക്കോ ഇത് മറന്നും പോയി. കുട്ടികളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കി കൊടുക്കാന്ന്. ഇത് ഉണ്ടാക്കാനാണെങ്കിലോ സോ സിമ്പിൾ. ഇപ്പൊ തന്നെ ഈ വീഡിയോ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന കാര്യമൊന്നുമില്ലല്ലോ. വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട. നമുക്കിന്ന് ഈ ഒരു പെൻ സ്റ്റാൻഡിന്റെ ലുക്ക് ഒന്ന് മാറ്റിയെടുത്താലോ. ഈ ഒരു പെൻ സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ കസിൻ ഉണ്ടാക്കിയതാണ്. അവളിത് ശരിക്കും അവളുടെ റൂം മേക്ക് ഓവറിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അവള് പോയപ്പോ ഇത് എന്റെ റൂമിൽ വെച്ചിട്ട് അവള് പോയി. അങ്ങനെ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. ഈ ഒരു ഐഡിയ ഞാൻ പിൻട്രസ്റ്റിലെ കുറെ നാളായിട്ട് സേവ് ചെയ്തിട്ട് വെച്ചേക്കുന്നതായിരുന്നു. പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും എന്റെ കയ്യിലില്ല. സാധനങ്ങൾ മീൻസ് മെയിൻ ആയിട്ട് വേണ്ടത് വാഷി ടേപ്പ്, സ്റ്റിക്കേഴ്സും. ഇത് രണ്ടും എന്റെ കയ്യിലില്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഉണ്ടാക്കാൻ തോന്നിപ്പോയില്ലേ. തോന്നിയാ പിന്നെ ഉണ്ടാക്കത്തിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടുള്ള സാധനങ്ങളും കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. വീഡിയോ ഉണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. അപ്പം എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട. അപ്പോൾ ഓക്കെ, വേസ്റ്റ് ആയിട്ട് വേണം കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ വോൾ ഗ്രിഡ് ഉണ്ടാക്കിയാലോ. അതും സാധാ വോൾ ഗ്രിഡ് ഒന്നും അല്ല, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പിലെ വോൾ ഗ്രിഡ് ആണ് നമ്മൾ ഉണ്ടാക്കുക. ഞാനിവിടെ വേസ്റ്റ് ആയിട്ട് കളഞ്ഞൊരു കാർഡ്ബോർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ഇപ്പോൾ ഫോം ബോർഡ് ഉണ്ടെങ്കിൽ ഫോം ബോർഡ് യൂസ് ചെയ്യാട്ടോ. എന്നിട്ട് ഇതേപോലെ 2 ഹാർട്ട് ഷേപ്പ് വരക്കുക, കട്ട് ചെയ്തെടുക്കുക. ഉള്ളിലത്തെ ഹാർട്ടിനെ ഇതേപോലെ വിടിപ്പിച്ചെടുക്കുക. ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ പെയിന്റ് അടിച്ചെടുക്കുക. ഞാൻ കുറച്ച് ക്യൂട്ട് ആവാൻ വേണ്ടി പിങ്ക് കളറാണ് അടിച്ചത്. പിന്നെ ഇങ്ങനെ കളയാൻ വെച്ചാൽ കുറച്ച് പേപ്പർ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്തിട്ട് കുറച്ച് പേപ്പർ റോൾസ് ഉണ്ടാക്കുക, കട്ട് ചെയ്യുക, ഒട്ടിക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ക്യൂട്ട് ക്രാഫ്റ്റ്. ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെ കണ്ടു നോക്കുക. താഴത്ത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എന്റെ പേര് എഴുതിയിട്ടില്ല. അതിന്റെ സൈഡിലെ സബ്സ്ക്രൈബ് കൂടി നിൽക്കുക, ലൈക്കും കൂടി ചെയ്തേക്കാം. ഒരു ക്യൂട്ട് ടു ഡു ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്. ആ ഒരു കമന്റിന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായി. കാരണം ഈ ഒരു ടു ഡു ലിസ്റ്റിന്റെ ഡിസൈൻ ഞാൻ ഇൻട്രസ്റ്റിൽ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. ആരെങ്കിലും അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കാൻ ഓർത്ത് കാത്തിരുന്നിട്ട് ആരും ഇടാനില്ല. അപ്പൊ ഞാൻ തന്നെ അങ്ങ് ചെയ്യാന്ന് ചോദിച്ചു. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനായിട്ട് ഇനി പ്രത്യേകം പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലാന്ന് എനിക്കറിയാം. കാരണം ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചത് പിൻട്രസ്റ്റും യൂട്യൂബൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ യൂട്യൂബിലെ കുറെ കണ്ടിട്ടുണ്ടാവും ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ. എന്നാലും എന്റെ ഒരു വീഡിയോ കൂടെ കിടന്നു. എങ്ങാനും ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിലും ആ ഒരാൾക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഞാൻ ശരിക്കും ഈ ബാഗിലത്തെ കട്ടിയുള്ള പേപ്പർ എടുത്തപ്പോഴത്തേക്ക് കുറച്ച് വലുതായി പോയി. ആ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം. എനിക്ക് ആ ഭാഗം വേണ്ടാന്ന് തോന്നിയിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് കളയാ ചെയ്തത്. അപ്പൊ വേഗം തന്നെ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നാളെ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി പട്ടിഷയൊക്കെ ഇറക്കിക്കോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പൊ ബൈ. എത്ര പെട്ടെന്നല്ലേ ശരിക്കും സമയം പോണത്. ഈ അടുത്ത ക്ലാസ് തുടങ്ങിയത്. ഇപ്പൊ തന്നെ അതേ ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിയാറായി. ഒരു മിക്ക സ്കൂളുകളിലും തന്നെ ഇപ്പൊ മിഡ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ മിഡ് ടേം എക്സാമിന് ഒന്നും മൈൻഡ് ചെയ്യാതെ ഓൺ എക്സാം ആവട്ടെ അവ പഠിക്കാൻ ഓർത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും എനിക്കറിയാം. ഞാനും ആ കൂട്ടത്തിൽ പെട്ടതായിരുന്നു. അങ്ങനെ ഓൺ എക്സാം ആവട്ടെ എന്ന് ഓർത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതാണ് സൈൻ. ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഓൺ എക്സാമിന് നമ്മുടെ കരിയും ഗോവിന്ദ. അപ്പൊ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്താ, പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്. അങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ സാധനം. പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണല്ലോ പെൻസിൽ, പെൻ, സ്കെയിൽ ഒന്നും കാണാനില്ല എന്നുള്ളത്. അതൊക്കെ നമുക്ക് ഈ ഒരു സാധനത്തിൽ ഇട്ട് വെക്കാം. പറഞ്ഞു കാട് കയറിപ്പോയ സമയത്ത് സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഡെയിലി പ്ലാനറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു CD ഒരു കുപ്പി എടുത്തോണ്ടെന്നോ പെയിന്റ് ചെയ്യണവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം കാണിച്ചു തരാം. പെയിന്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സാധനം ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ 100% ഗ്യാരണ്ടി ആയിട്ട് പറയാം. കുപ്പി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ക്യാപ്പ് ടൈറ്റ് ആയിട്ട് അടക്കാൻ മറക്കരുതിട്ടാ. മറന്നാൽ നല്ല 1/3 8ന്റെ പണി എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ കട്ട് ചെയ്ത് വെച്ച കുപ്പി ഇതേപോലെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കും. ഇപ്പൊ പാലറ്റുമായി ബ്രഷ് കഴുകാനുള്ള വെള്ളവുമായി. ഈ വെള്ളം നിറക്കുന്ന സമയത്ത് കുപ്പിയുടെ ക്യാപ്പ് മര്യാദ അടച്ചിട്ടില്ലെങ്കിൽ വെള്ളം മൊത്തം ലീക്ക് ആവൂട്ടാ. അതാണ് ഞാൻ പറഞ്ഞ 8ന്റെ പണി. ഇനി തൊട്ട് പാലറ്റും വെള്ളം ഇട്ടൊക്കെയുള്ള ഗ്ലാസ് തപ്പി നടക്കുകയും വേണ്ട, രണ്ടും ഒരുമിച്ച് കഴുകുകയും ചെയ്യാം.